തന്റെ ജീവനും ജീവിതവും നിരാലംബരായ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാമനീഷി. കോഴിക്കോട്ടിലെ കാന്തപുരം എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് കേരളവും ഇന്ത്യയും കടന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തിയെങ്കിൽ അത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്, തീരുമാനമാണ്. താൻ മാത്രം വളർന്നാൽ പോരാ, തന്റെ സമുദായം വളരണമെന്ന ഉദ്ദേശത്തിൽ കാരം തുറന്ന ചെറിയ ഗ്രാമത്തിൽ മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന അതിമഹത്തായ വൈജ്ഞാനിക കേന്ദ്രം ആരംഭിച്ചു. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർക്ക് സേവനവും അറിവും പകർന്നു നൽകുന്നു. തൂവെള്ള വസ്ത്രവും തലപ്പാവും ധരിച്ച് സമുദായത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന മഹാമനീഷി. ഇസ്ലാമിന്റെ ആശയം സഹജീവികളെ മാറ്റി നിർത്തുന്നതിലല്ല, ചേർത്ത് പിടിക്കുന്നതാണ് എന്ന് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാന്തപുരം ഉസ്താദ്. ഒരു രാഷ്ട്രീയക്കാരന്റെ മുന്നിലും തലകുനിക്കാതെ, മുട്ടുമടക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തുറന്നു പറയുന്ന കാന്തപുരം ഉസ്താദ്. അദ്ദേഹത്തിന്റെ 3ാം കേരള യാത്ര ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതര സമുദായ അംഗങ്ങൾ പോലും ഉസ്താദിന്റെ സംഘടനയുടെ അച്ചടക്കത്തെ പ്രശംസിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയേ, എന്തൊരു ഹൃദ്യമാണല്ലേ. ഒരു കാലത്ത് മുസ്ലിം ലീഗ് സമസ്തയിൽ കൈകടത്തുന്നുണ്ട് എന്നൊരു കാരണത്താലാണ് സമസ്ത രണ്ടായി പിളരുന്നത്. പക്ഷെ കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ലീഗിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സംഘടനകളും EK സമസ്തയും AP സമസ്തയും അകലങ്ങൾ കുറഞ്ഞു വന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർ ഒന്നിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.